ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ വളച്ചൊടിച്ച് നടപ്പിലാക്കാനുള്ള സർക്കാർ ശ്രമം അപകടകരമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് കേരള സാംബവ സഭയുടെ സംസ്ഥാന ഭാരവാഹികളാണ് ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ഇന്ന് ചേരുന്നത്. കേരള സാംബവ സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി തന്നെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പട്ടികയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ. അതിനകത്ത് നിന്ന് തന്നെ നമുക്കറിയാം, ഇപ്പോൾ റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ നമ്മുടെ നാടും രാജ്യവും ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തലിനും നാട്ടിയകറ്റലിനും അൺടച്ചബിലിറ്റിക്കും ഒക്കെ വിധേയമായ ഒരു സമൂഹം, ആ സമൂഹത്തിന് നമ്മുടെ ഭരണഘടനാ പ്രകാരം നൽകുന്ന ഒരു പരിരക്ഷയാണ് സംവരണം. അപ്പോൾ അതാണ് സംവരണമെങ്കിൽ ആ സംവരണത്തിൻ്റെ പ്രയോക്താക്കൾ ഈ അൺടച്ചബിലിറ്റി ഉൾപ്പെടെ അനുഭവിച്ച ജനവിഭാഗമാണ്. പക്ഷേ നമുക്കറിയാം, കാലങ്ങൾക്കിപ്പുറം മതപരിവർത്തനത്തിന് വിധേയരായ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തുമതം ഇവിടെ പ്രചരിച്ചതോടുകൂടി അതിലെ സാധ്യതകളും അവരുടെ സംരക്ഷണങ്ങളും അവർ നൽകിയ വിദ്യാഭ്യാസവും ഒക്കെ നേടുന്നതിനും ഈ രാജ്യത്ത് ജീവിക്കുന്നതിനുള്ള ഒരു സാഹചര്യം അവരിലൂടെ സ്വായത്തമാക്കിയതിൻ്റെയും പരിണിതഫലമായി നമ്മുടെ രാജ്യത്ത് ലക്ഷോപലക്ഷം വരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്തുമത പരിവർത്തനത്തിലേക്ക് വിധേയമായി. അങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള റിസർവേഷൻ ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഏറ്റവും അടിത്തട്ടിൽ വളരെ ദയനീയമായ ജീവിത സാഹചര്യത്തിലൂടെ ജീവിക്കുന്നവരാണ് ഈ പരിവർത്തനത്തിന് വിധേയരായ ക്രിസ്തുമത വിശ്വാസികൾ. അവരെ സംരക്ഷിക്കുന്നതിന് ക്രിസ്തുമതത്തിനകത്ത് മുന്നോക്ക ക്രിസ്ത്യാനികളും തയ്യാറാകുന്നില്ല, ഭരണഘടന പ്രകാരം ഗവൺമെൻറ്റും തയ്യാറാകുന്നില്ല എന്ന് പറയുന്ന ചെകുത്താൻ്റെയും കടലിൻ്റെയും മധ്യത്തുകൂടെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ പരിവർത്തനത്തിന് വിധേയരായ ക്രിസ്തുമത വിശ്വാസികൾ. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെയാണ് ഈ ഗവൺമെൻറ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. ഒരുപാട് കമ്മീഷനുകൾ കടന്നു വന്നെങ്കിലും ജസ്റ്റിസ് JB കോശി കമ്മീഷനിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ JB കോശി കമ്മീഷൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളതും നടപ്പിലാക്കാൻ തയ്യാറാകുന്നതും ഈ കമ്മീഷൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമുക്കറിയില്ല. പൂർണ്ണമായി അത് പുറത്തു വിട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാനും പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന അനുസരിച്ച് 3:2:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഇപ്പോൾ റിസർവേഷൻ ഈ വിഭാഗത്തിന് ഗവൺമെൻറ് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് അവസാനം പറഞ്ഞിരിക്കുന്ന 1 എന്ന് പറയുന്ന റേഷ്യോ ആണ് ഈ പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്നത്. അവിടെയാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. റിസർവേഷൻ എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റിക്ക് വിധേയമായ ഒരു സമൂഹത്തിനാണ് നൽകുന്നതെങ്കിൽ പരിവർത്തിത ക്രിസ്ത്യാനികൾ അതിന് വിധേയരായ ആളുകൾ എന്ന നിലയിൽ റിസർവേഷൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എത്രമാത്രം ഇന്ന് കിട്ടുന്നുണ്ടോ അത്രയും കിട്ടാൻ യോഗ്യരായ ഒരു വിഭാഗത്തിന് 1% അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അത് പ്രതിഷേധം ഉള്ള ഒരു സംഗതിയാണ്. നിശ്ചയമായും ഇക്കാര്യത്തിൽ ഇത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണെങ്കിൽ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ ദളിത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ കേരള സാംബവ സഭ എന്ന് പറയുന്ന സംഘടന ഈ സാംബവ ജനവിഭാഗത്തിനെ
കഴിഞ്ഞ ഏതാണ്ടൊരു അരനൂറ്റാണ്ടിലധികമായി ജനാധിപത്യ പ്രക്രിയ രൂപപ്പെട്ടതിന് ശേഷം നാളിതുവരെ ഇന്ത്യൻ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഒരു സംഭവ ജനവിഭാഗത്തിന് പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ഈ എസ്പെഷ്യലി തിരുവനന്തപുരം ജില്ല അടക്കം ഈ ഇവിടുത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും വളരെയേറെ സ്വാധീനമുള്ളൊരു ജനവിഭാഗം എന്ന നിലയിൽ ഞങ്ങളിവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഒരു പ്രതിനിധിയും കൂടി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ആണ് നമുക്ക് പിന്നെ അതിനോട് ചേർത്ത് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി. ഇപ്പോൾ കമ്മീഷൻ പറയുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉള്ളത്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിന്നെ പ്രഖ്യാപനം കൂടി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ക്രിസ്തുമത സ്ഥാപനങ്ങൾ, ക്രിസ്തുമതം നടത്തുന്ന അല്ലെങ്കിൽ വിവിധ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ ലക്ഷോപലക്ഷം വരുന്ന ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിൽക്കുക, ഞായറാഴ്ചകളിൽ അവിടെ ആരാധനകളിൽ പങ്കെടുക്കുക, ആരാധനകളിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുക എന്നുള്ളതിനപ്പുറം അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലൊന്നും ഈ ജനവിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും നൽകുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ ബുദ്ധിമുട്ടും ഈ ജനവിഭാഗം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്തുമത സ്ഥാപനങ്ങളിൽ അവർ നടത്തുന്ന എയ്ഡഡ് കോളേജുകൾ, അൺഎയ്ഡഡ് കോളേജുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ആ വിഭാഗത്തിൽപ്പെട്ട പരിവർത്തിത ക്രിസ്ത്യാനികളെ കൂടി പരിഗണിക്കുന്നതിന് ഏതാണ്ട് 20% സംവരണം അവർക്ക് അത്തരം സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാക്കുന്നതിന് ഗവൺമെൻറ് കൂടി ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടി ഇക്കാര്യത്തിൽ കേരള സംഭവ സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.